ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ ഉള്ളിലുള്ള വന്യത ആണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇതൊരു ജംഗിളാണ് ഇപ്പോഴും. പക്ഷേ ഇഫ് വി സ്ക്രാച്ച് ദ സർഫസ് ദാറ്റ് ജംഗിൾ വിൽ എമർജ്. അപ്പോൾ അതാണ് അനന്തൻകാട്. അതുകൊണ്ടാണ് ഒരു നഗരത്തിൻ്റെ പുരാതനമായ ഒരു പേര് ഇതിനിട്ടിരിക്കുന്നത് തന്നെ. അതിനെയാണ് ഈ സിനിമ എക്സ്പ്ലോർ ചെയ്യുന്നത്. ശരിക്കും നമ്മുടെ മലയാളത്തിൽ തന്നെ ഒരു സിനിമ ഇപ്പൊ ഇറക്കുക എന്ന് പറയുന്നത് ഒരു സെൻസർ ബോർഡിന് കടപ്പ കടക്കുക എന്ന് പറയുന്നത് ചെറിയൊരു പ്രോസസ് അല്ല. ഇപ്പം താങ്കളുടെ സിനിമകളിൽ നോക്കുമ്പോൾ എപ്പോഴും ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യാറുണ്ട്. ഈ സിനിമയിൽ അങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല. അപ്പം ശരിക്കും പറയാ നമ്മുടെ സെൻസർ ബോർഡിൽ ഇപ്പം പല നിയമങ്ങളും മാറ്റങ്ങൾ വരണം, അല്ലെങ്കിൽ നമുക്ക് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് ആ കല എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ളത്. പലപ്പോഴും ഒരു കലാകാരൻ എപ്പോഴും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യാറുണ്ട്. ശരിക്കും അതൊക്കെ ഒരു മാറേണ്ട സമയം കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഒരു വാക്കിത്തല്ലേ. ഓക്കെ. അപ്പം ഒരു സിനിമ ഇപ്പൊ മലയാള സിനിമ പല ജോണേഴ്സിൽ ഇപ്പൊ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ റിയാലിറ്റിയിൽ ആളുകൾക്ക് ലോജിക്കലി ചിന്തിച്ചു തുടങ്ങി, അല്ലെങ്കിൽ ഇന്ന സിനിമ അല്ലെങ്കിൽ ഇന്ന പോലെയാണ്, അല്ലെങ്കിൽ ഒരു സീൻ കട്ടായാലും എവിടെയെങ്കിലും അതിന് കണക്ഷൻ മിസ്സാവുന്നുണ്ടെങ്കിൽ ഇന്നതുകൊണ്ടല്ല, ലാഗായി. ഒരു എന്റർടൈൻമെന്റ് ആസ്വാദനം എന്നുള്ള എലമെന്റ് മിസ്സായി, കൂടുതൽ ടെക്നിക്കലി അല്ലെങ്കിൽ എന്താ പറയാ ആ സിനിമയിലേക്ക് ഇൻവോൾവ് ആവാതെ കൂടുതൽ ആക്ടേഴ്സിലേക്ക് പ്രേക്ഷകർ ഇൻവോൾവ് ആവുന്ന എപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ അല്ലെങ്കിൽ സ്റ്റാർഡം ഉള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ ഒരു വ്യക്തികളെ കഥാപാത്രങ്ങളല്ല വ്യക്തികളെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ട്? അല്ല, ഒരുപാട് വേർഡ്സ് ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ പ്രേക്ഷക നിരൂപകർ പറയാറുണ്ട്. അപ്പോൾ അത് അവരുടെ അഭിപ്രായം എന്ന് മാത്രമേ കണക്കാക്കാൻ പറ്റൂ. ഇതൊരു ജനാധിപത്യ രാജ്യമായിടത്തോളം കാലം അവർക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. നമുക്ക് നമ്മുടെ സിനിമ ചെയ്യാനുള്ള അവകാശം. ഇങ്ങനൊരു ചിത്രം ചെയ്യുന്ന സമയത്ത് ഇത് ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടോ ഒരുപാട് ഫൈറ്റ് സീക്വൻസ് ഉള്ള ഒരു സിനിമയാണ്, അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക ഒരുപാട് എഫേർട്ട് ഇടുന്ന ഒരു സിനിമ നമുക്ക് ഒരു മേക്കിംഗ് കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. എത്രത്തോളം ടഫായിരുന്നു ഇതേപോലെ ചിത്രീകരിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു റൂമിനെ മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യാനായിട്ട് എത്രത്തോളം ടഫായിരുന്നു അത്? ഈ സിനിമ ഒരു പ്ലാനിങ് ഉണ്ടല്ലോ നമുക്ക് സ്ക്രിപ്റ്റ് ആവുമ്പോഴും ഇത് ഇങ്ങനെയാണ് എടുക്കേണ്ടതെന്നും ഇത്രയും അങ്ങനെയുള്ള കാര്യങ്ങളിലൊരു ടഫ്നെസ് ഉണ്ട്. പക്ഷേ അതൊക്കെ സിനിമയുടെ ഒരു ടെക്നിക്കൽ സൈഡിലുള്ള കാര്യങ്ങളാണ്. ഇതിൻ്റെ ഒരുപാട് സീക്വൻസുകൾ ഇപ്പം കുറേ സീക്വൻസുകളുണ്ട്, കുറച്ച് വലിയ സീക്വൻസുകളുണ്ട്. അത് ഷൂട്ടിങ്ങിൻ്റെ ഇതുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കൺസേൺസ് എപ്പോഴും അത് ഷൂട്ട് ചെയ്യുന്നൊരു ഞങ്ങളുടെ ടെക്നീഷ്യൻ എപ്പോഴും ക്യാമറയ്ക്ക് പിന്നിൽ നിൽക്കുന്ന ആൾക്ക് ആ ടെൻഷൻ എടുത്താലും ഇതൊന്നും സ്ക്രീനിൽ വരില്ല. അപ്പോൾ അത് സ്ക്രീനിൻ്റെ മുന്നേ വരുന്ന ആളുകൾക്ക് ആക്ഷനായാലും കുറേ ആക്ഷൻ സീക്വൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റേതായ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അങ്ങനെയുള്ള കൺസേൺസ് ഒക്കെ ഉണ്ടാവാറുള്ളൂ. പക്ഷേ എപ്പോഴും ഒരു വലിയ സീക്വൻസ് ഷൂട്ട് ചെയ്യുമ്പോൾ ഡെഫിനറ്റായിട്ട് അതിൻ്റെ സ്ട്രെയിനും ഇഷ്യൂസും ഉണ്ടാവാറുണ്ട്. സാർ, ഇപ്പം മലയാളത്തിൽ ആദ്യമായിട്ട് ഹീറോ ഫുൾ ത്രൂ ഔട്ട് ഹീറോ ആയിട്ട് ചെയ്യുന്ന ചിത്രമാണെന്ന് പറഞ്ഞു. അപ്പം ഇതിനു മുമ്പ് കഥകൾ വന്നിട്ടുണ്ടാവും മലയാളത്തിൽ, സ്ക്രിപ്റ്റുകൾ കേട്ടിട്ടുണ്ടായിരുന്നോ? കേട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു നല്ലൊരു പടം ചെയ്യണം, നല്ലൊരു പാനലിൽ നല്ലൊരു ബഡ്ജറ്റിൽ ചെയ്യണം എന്നുള്ളൊരു ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് കറക്റ്റായ സ്ക്രിപ്റ്റും കറക്റ്റായ പ്രൊഡ്യൂസർ ഒന്നും വന്നിട്ടുണ്ടായിരുന്നു. അത് തമിഴിൽ കുറേ പടങ്ങൾ ചെയ്യുന്ന ആ ബിസിയിൽ അങ്ങനെ പോയി. പക്ഷേ ഈ സ്ക്രിപ്റ്റ് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ഞാൻ ഒരു മലയാളി ആയെങ്കിലും എൻ്റെ ലേബിൾ എന്ന് വെച്ചാൽ ഒരു തമിഴ് ആക്ടറാണ്. സോ ഞാൻ മലയാളത്തിലേക്ക് വരുമ്പോഴും എന്നെ ഒരു തമിഴ് ആക്ടറായിട്ടാണ് കാണുന്നത്. സോ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഈ പോസ്റ്റർ കാണുമ്പോൾ വെച്ചാൽ എല്ലാവരും മലയാളം ആക്ടേഴ്സാണ്, ഞാൻ മാത്രമാണ് തമിഴ് ആക്ടർ. അപ്പോൾ പോസ്റ്റർ കണ്ടിട്ട് ഇവിടെ ചോദിക്കുന്ന ചോദ്യം അതായത് തമിഴ് പടം ഡബിങ് ആണ്. സോ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഞാൻ ഒരു മലയാള പടം ചെയ്യുമ്പോൾ വാട്ട് ഐ തോട്ട് ഈ ക്യാരക്ടറിനെ തമിഴായിട്ടാണ് ഈ പടത്തിൽ വരുന്നത്. വെട്രി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ തമിഴ് ഗൈ കമ്മിങ് ടു ട്രിവാൻഡ്രം. അത് സോ ഐ തോട്ട് മേ ബി ഞാൻ ഒരു ഫസ്റ്റ് മലയാള പടം ചെയ്യുമ്പോൾ അതിൽ തമിഴ് നാച്ചുറലായിട്ട് സംസാരിക്കുമ്പോൾ മോർ അക്സെപ്റ്റൻസ് വിൽ ബി ദർ. ഞാൻ വന്നിട്ട് മലയാളത്തിൽ പെട്ടെന്ന് പഞ്ച് ഡയലോഗെല്ലാം പറഞ്ഞാൽ മേ ബി ഓഡിയൻസ് കുറച്ച് എവേ ആയി ഫീൽ ആവുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ കുറേ പടങ്ങൾ ഞാൻ തമിഴിൽ അഭിനയിച്ച് കണ്ടിട്ടുണ്ട്. സോ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് സഡൻലി ഒരു വലിയൊരു ചേഞ്ച് വരുമോ അങ്ങനെയുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ബട്ട് ഇത് ഒരു ഓർഗാനിക് ആയിട്ട് ഈ സ്ക്രിപ്റ്റ് വന്ന് സോ അത് ചെയ്യുമ്പോൾ ഒരു കോൺഫിഡൻസോടെ കൂടി ചെയ്യാൻ പറ്റി. മുരളി സാറിൻ്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു ബഡ്ജറ്റിലൊരു സ്ക്രിപ്റ്റാണ്, ഒരു വാസ്റ്റ് സ്കെയിലുള്ള ഒരു സ്ക്രിപ്റ്റാണ്. സോ ആ സ്ക്രിപ്റ്റ് പ്രോപ്പറായി ട്രാൻസ്ലേറ്റ് ചെയ്തെടുത്ത് ജയൻ കൃഷ്ണകുമാർ സാർക്ക് താങ്ക് യു. ബിക്കോസ് ആ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അതാണ് മെയിൻ thing, so he's done it.
നമ്മൾ മലയാളത്തിലേക്ക് താങ്കളുടെ ഒരു ഡെബ്യൂ എന്ന ലെവലിൽ നോക്കുമ്പോൾ എങ്ങനെയാണ് വെട്രി എന്ന കഥാപാത്രം എന്താ പറയുക അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തപ്പെടുത്തുന്നത്? വ്യത്യാസപ്പെടുന്ന വെച്ചാൽ ഈ സ്റ്റോറി ആൻഡ് സ്ക്രീൻ പ്ലേ മാത്രമാണ്. ഇതിപ്പോൾ ഈ ക്യാരക്ടേഴ്സ് ഇതിൻ്റെ ഷെയ്ഡിലെ ക്യാരക്ടറിനെ ചെയ്തിരുന്നു ചോദിച്ചാൽ മേ ബി ഒരു 20% 30% ഷെയ്ഡിലെ ക്യാരക്ടർ. ബട്ട് ഈ ക്യാരക്ടറിലെ ഒരു ഇൻറ്റൻസിറ്റി, ഈ ക്യാരക്ടറിലൊരു അവൻ്റെ ഒരു ബാക്ക് സ്റ്റോറി, അവൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ്, അവൻ്റെ ഒരു പെയിൻ, ആ പെയിൻ ഐ ഡോണ്ട് തിങ്ക് ഞാൻ ചെയ്ത തമിഴ് പടങ്ങളിൽ ഇതില്ല. സോ ആൻഡ് നാച്ചുറലി ഈ എൻ്റെ കൂടെ അഭിനയിക്കുന്ന ഈ ക്യാരക്ടേഴ്സ് കൂടെ ഞാൻ വന്നു കഴിഞ്ഞ ശേഷം അവരെ ലൈഫ് എങ്ങനെ ഇൻഫ്ലുവൻസ് ആകുന്നത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് വേറെ സ്ഥലത്ത് നിന്ന് വന്നിട്ട് മറ്റുള്ളവരെ സർപ്രൈസ് ചെയ്യുന്ന പോലെ ഒരു വില്ലനെ അടിച്ച് താത്തുന്നു, അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് അല്ല. ഇറ്റ്സ് ഒരു വേൾഡ്, ഒരു ആ ടൈമിൽ ഉണ്ടായ ട്രിവാൻഡ്രത്തിലുള്ള ഒരു വേൾഡാണ് മുരളി സാർ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത്. പനിശരത്ത് എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് ഇപ്പോഴും റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള കഥാപാത്രങ്ങളായിരിക്കും മനസ്സിൽ വരുന്നത്. അപ്പോൾ ഇതിലെ സീൻസ് കാണുമ്പോഴും അതേപോലെ ഒരു അതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണോ, അതേ പാറ്റേൺ കീപ്പ് ചെയ്യുന്ന ഒരു കഥാപാത്രമാണോ? ഒരിക്കലുമല്ല. ജാക്സൺ എന്ന് പറയുന്ന കഥാപാത്രത്തിന് ഒരു ഈ പറഞ്ഞ പോലെ ഇതിന് മുമ്പ് ചെയ്ത കഥാപാത്രമായിട്ട് ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഇതിലുള്ള ഓരോ കഥാപാത്രങ്ങൾക്കും അതിൻ്റേതായ ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാറ്റേൺ ഉണ്ട്. അങ്ങനൊരു ആവർത്തനം ഇതിൽ വരുന്നില്ല. ജാക്സൺ ഒരു പുതിയൊരു അനുഭവം തന്നെയായിരിക്കും. ജാക്സണിൽ കുറേ പ്രത്യേകതകളുണ്ട് ഈ ക്യാരക്ടറിന്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെ അതിന് മുമ്പ് ചെയ്ത കഥാപാത്രങ്ങളുമായിട്ട് യാതൊരു തരത്തിലുള്ള സാമ്യതയും ഞാൻ നോക്കിക്കാണുന്നില്ല. മലയാളത്തിൽ ഇപ്പോൾ കണ്ടന്റ് ഓറിയന്റഡ് സിനിമകളാണ് കൂടുതലുള്ളത്. മുരളീചേട്ടൻ എല്ലാവരും വ്യത്യസ്തമായിട്ട് മനസ്സിൽ പറയാനുള്ള കാര്യങ്ങൾ വെട്ടി തുറന്ന സിനിമകളിൽ പറയുന്ന ആളാണ്. ഇപ്പോൾ ഒരുപാട് സെൻസർ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. മുരളീചേട്ടൻ ഇപ്പോൾ കഥകളൊക്കെ എഴുതുമ്പോൾ അല്ലെങ്കിൽ ആശയങ്ങൾ പറയുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് പറയാൻ പറ്റുന്നുണ്ടോ? അനന്തങ്കാടിൽ അതുപോലത്തെ കാര്യങ്ങൾ പറയാൻ പറ്റിയിട്ടുണ്ടോ? അത് ആലോചിച്ച് എഴുതാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ എഴുതുമ്പോൾ നമ്മളത് ആലോചിക്കാതെ നമുക്ക് മനസ്സിൽ തോന്നുന്ന എന്താണോ അത് എഴുതുക എന്നുള്ളത് മാത്രമേ ഒരു എഴുത്തുകാരന് ചെയ്യാൻ പറ്റൂ. എത്രമാത്രം ഒരു എഴുത്തുകാരൻ ഒരു ഐഡിയ വരണം. കാരണം ഇതൊരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് എഴുതുമ്പോൾ അത് കട്ട് ചെയ്യപ്പെട്ട് പോയി കഴിഞ്ഞാൽ അത്രയും വേസ്റ്റാണ്. അപ്പോൾ എത്രമാത്രം ചിന്തിച്ച് ഐഡിയപരമായിട്ട് ഈ സിനിമയിൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ? എന്തെങ്കിലും ആശയങ്ങൾ പറയുമ്പോൾ അതിന് ഇത് ഞാൻ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്യപ്പെട്ട് പോകുമോ എന്ന് തോന്നലുണ്ടായിട്ടുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അൺഫോർച്ചുനേറ്റ്ലി അത് ഒരു പരിധിവരെ ഉണ്ടെന്ന് പറയാം. കാരണം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവോൾവ് ചെയ്യുന്നൊരു മേഖലയാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ സിനിമ എന്ന് പറയുന്നത് അതിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട്. ഒരു ചരിത്രത്തെ എഴുതുമ്പോൾ എനിക്ക് ഒട്ടുമേ ഇല്ല ഒരിത്. പക്ഷെ സിനിമ എഴുതുമ്പോൾ ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് സെൽഫ് എഡിറ്റിംഗ് ചെയ്യേണ്ട വരുന്നൊരവസ്ഥയുണ്ട്. ഞാൻ മാക്സിമം തുറന്നെഴുതാനാണ് ശ്രമിക്കാറുള്ളത്. മുരളിച്ചേട്ടൻ ഇപ്പം നമുക്കറിയാം എമ്പുരാൻ്റെ ലൂസിഫറിൻ്റെ സ്കെയിലൊക്കെ നമുക്കറിയാം. ഇപ്പം ഇപ്പം മുരളിച്ചേട്ടൻ്റെ മൂവി അതിനുശേഷം വരുന്നു. അപ്പം എന്താ പറയുക, ആ ഒരു സ്കെയിൽ അല്ലെങ്കിൽ എന്താ പറയുക ആ സ്കെയിലിൽ അതിന് മേളിലേക്കുള്ളൊരു സ്കെയിൽ മൂവി ചെയ്യണം എന്നുള്ളൊരു ബാരിയർ അത് മുരളിച്ചേട്ടൻ എപ്പോഴും തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇല്ല, സ്കെയിലല്ല, കോണ്ടൻ്റാണ് ഒരു സിനിമയുടെ സൈസും സ്കെയിലും ഡിസൈഡ് ചെയ്യുക. ഞാനൊരു സൈസിൻ്റെ ഫാനല്ല, സ്കെയിലിൻ്റെ ഫാനും അല്ല. ഒരു സബ്ജക്റ്റ്, ഒരു നെറേറ്റീവ് അത് ഡിമാൻഡ് ചെയ്യുന്ന സ്കെയിലിൽ അത് വരണം എന്നുള്ളതേ ഉള്ളൂ. അല്ല, ഇതൊരു നല്ല സിനിമയായിരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആയിട്ട് നിങ്ങൾക്ക് തോന്നട്ടെ എന്നും പ്രതീക്ഷിക്കുന്നു. ഓൾസോ ഇപ്പം നമ്മുടെ ഇന്ദ്രൻ ചേട്ടനൊക്കെ ആയാലും ഇപ്പം റീസെൻ്റ്ലി കറുപ്പിനകത്തൊക്കെ ആയാലും ഭയങ്കര പെർഫോമൻസ് ചെയ്ത് തമിഴ്നാട്ടിൽ തന്നെ ഒരു ഫാൻ ബേസ് ഇപ്പം ഉണ്ടാക്കിയെടുത്ത ഒരാളാണ്. അപ്പം ഇന്ദ്രൻ ചേട്ടനോട് വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ്? ഇന്ദ്രൻ സാർ വന്നിട്ട് വളരെ ഭയങ്കര സൂപ്പറായിട്ട് കറുപ്പിൽ ഭയങ്കര നെയിമാണ് സാറിന്. സോ ഇപ്പോൾ തമിഴ്നാട്ടിലിപ്പോൾ ഈ പടം ഡബ് ചെയ്തിട്ടാണ് റിലീസ് ചെയ്യുന്നത്. സോ അവരുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സൊക്കെ പറയുന്നത് തന്നെ ഇന്ദ്രൻ സാറിൻ്റെ നിറയെ പൊസിഷൻസ് ഈ ട്രെയിലറിൽ വെക്കണം എന്ന് വെച്ചാൽ അത്രയ്ക്കും ഫേമസ് ആയിപ്പോയി. സോ ഇന്ദ്രൻ സാറിൻ്റെ പോസ്റ്റേഴ്സിലും അവർ വെക്കണം എന്നുള്ള ഒരു ഡിമാൻഡ് വന്നു. സോ അത് ഒരു നല്ലൊരു ഒരു വെൽക്കമിങ് ജസ്റ്ററാണ്. എന്ന് വെച്ചാൽ ഓഡിയൻസിന് ഇന്ദ്രൻ ചേട്ടനെ തമിഴിലും ഇനിയും കാണണം ഇതിൽ ഒരു ഫീൽ ഉണ്ട്. സോ ദാറ്റ്സ് ഒരു വലിയ പ്ലസ് ആണ് ഈ പടത്തിന് ഇന്ദ്രൻ സാർ ഇതിൽ അഭിനയിച്ചത്. ആ ക്യാരക്ടർ അത്രക്കും സൂപ്പർബായിട്ട് അവളെ അത്രയും ഇൻറ്റൻസ് ആയിട്ട് ചെയ്ത ഒരു പെർഫോമൻസ് ആണ് ഈ പടത്തിലില്ല. സോ ഈ പടം തമിഴിൽ വരുമ്പോഴും ഡബായി വരുമ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇന്ദ്രൻ സാറിൻ്റെ പെർഫോമൻസ് എല്ലാവർക്കും റീച്ച് ആവുന്നുള്ള ഒരു വിശ്വാസമുണ്ട്.
ഓൾസോ ഇപ്പം ലാസ്റ്റ് പ്രതിസാരമായിട്ട് താങ്കൾ ചെയ്ത ഉറുമി ഒരു ബെഞ്ച് മാർക്ക് മൂവിയായിരുന്നു മലയാളത്തിൽ തന്നെ. അപ്പോൾ ഇനി ആ ഒരു കോമ്പോയിൽ ഒരു സിനിമയ്ക്ക് നമ്മൾ എപ്പോഴെങ്കിലും കാണാൻ പറ്റുമോ? കാണാൻ പറ്റുന്ന വെച്ചാൽ ആരെങ്കിലും ഒരു നല്ല സ്ക്രിപ്റ്റ് ആ ക്യാരക്ടർ തന്നെങ്കിലും എന്തായാലും ചെയ്യും. സോ വെയിറ്റിംഗ് ഫോർ ഇറ്റ്. തമിഴിൽ കറുപ്പെന്നൊരു സിനിമ ഇറങ്ങി വലിയൊരു ഹിറ്റായിട്ട് ഒരു ഇന്ദ്രൻസ് എന്ന് പറഞ്ഞ ബ്രാൻഡായി മാറിയിരിക്കുകയാണ്. ഇപ്പൊ 19-ാം തീയതി പുതിയ ചിന്ന ചിന്ന ആസ വരുന്നു, 25-ാം തീയതി അനന്തൻകാട് വരുന്നു. അപ്പം ഓരോ ഡിഫറെന്റ് കഥാപാത്രങ്ങൾ ആളുകൾക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇന്ദ്രൻസിനെ പറ്റുന്ന ഒരു ടൈം കൂടിയാണിത്. അപ്പം അനന്തൻകാടിലെ കഥാപാത്രങ്ങൾ ഇവർ പറഞ്ഞു, ചേട്ടന്റെ കഥാപാത്രം ഭയങ്കര ഇന്റൻസീവ് ആയിട്ടൊരു കഥാപാത്രമാണ്, ഇവരെ കാണാത്തൊരു കഥാപാത്രമായിരിക്കും. എങ്ങനെയുണ്ടായിരുന്നു അനന്തൻകാട് ശരിക്കും? എനിക്കൊന്നും ഇതുപോലെ ഭാഗ്യത്തിന് ഇങ്ങനെ മുരളി സാറിനെ പോലെയൊക്കെ ഉള്ള ബന്ധമുണ്ടല്ലോ. സാറിൻ്റെയൊക്കെ ഒരു കഥാപാത്രം എത്ര ചെറുതായാലും അതങ്ങനെ ജീവൻ തുടിച്ച് നിൽക്കും. അപ്പോൾ പെട്ടെന്ന് കാണുമ്പോഴൊക്കെ അദ്ദേഹത്തിനോട് അഭിനയിക്കുകയും അദ്ദേഹത്തിൻ്റെ മറ്റു പടങ്ങളിലൊക്കെ ചെറിയ ക്യാരക്ടർ ചെയ്യുകയും ചെയ്യുന്നത് അതുപോലെ തന്നെ എന്നെ എല്ലാവരും കണ്ടിട്ട് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ കാണുമ്പോഴൊക്കെ പിന്നെ പറയും ഒരു വലിയ ക്യാരക്ടർ വരുന്നുണ്ട്, ഒരു വലിയ സാധനം നമുക്ക് ചെയ്യണമെന്ന്. അങ്ങനെ ചെയ്തതാ അനന്തൻകാട്. അത് 2 വർഷത്തോളമായി. നമുക്ക് അത്രയും സമയമെടുത്ത് അത്രയും ദിവസം നിന്ന് ചെയ്തതിൻ്റെ ഒരു ഫലം പടത്തിലുണ്ടാവും. അത്രയും കരുത്തുള്ള ഒരു എന്തോ പറയും ജീവൻ പുറമേ എൻ്റെ പുറമേയുള്ള കാഴ്ചയിലില്ലെങ്കിലും അകത്തത് നിറച്ച് വന്നിട്ടുണ്ട്. അതൊരു ഭാഗ്യം പോലെ കരുതുന്നു. അതുപോലെ കറുപ്പും ഒക്കെ എങ്ങനെയോ വന്നു ഭവിക്കുന്നതാണ്. എനിക്ക് അതിൻ്റെ ഡയറക്ടറൊക്കെ വിളിക്കുമ്പോഴും മലയാളം വിട്ടു പോകാൻ തമിഴ് കൈകാര്യം ചെയ്യുന്നതിനൊരു പേടിയൊക്കെ ഉള്ളതുകൊണ്ട് ഒഴിഞ്ഞൊഴിഞ്ഞ് നിന്നതാണ്. പക്ഷെ ഒരു മലയാളി ക്യാരക്ടറാണ്. അത് മലയാളിക്ക് വന്ന് പറയാൻ പറ്റുന്ന തമിഴ് മതി എന്നൊക്കെ പറഞ്ഞ് പോയതാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരുടെയൊക്കെ ഒരു സ്നേഹവും സഹായവും കൊണ്ടൊക്കെയാണ് നല്ല കഥാപാത്രങ്ങൾ കിട്ടുന്നതെന്ന് കരുതുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുമുണ്ട്. ഇന്ദ്രൻ ചേട്ടൻ പറഞ്ഞ പോലെ എല്ലാ ക്യാരക്ടറും സ്ക്രീൻ സ്പേസ് എത്രയാണെങ്കിലും എല്ലാ ക്യാരക്ടറിനും ഒരു ഫുൾ ലൈഫ് ഉണ്ടാവും മുരളിച്ചേട്ടൻ്റെ ക്യാരക്ടേഴ്സിന്. അപ്പം കൃഷ്ണകുമാരേട്ടൻ ഡയറക്റ്റ് ചെയ്യുമ്പോഴാണെങ്കിലും ആ ക്യാരക്ടർ എത്ര നേരം സ്ക്രീനിലുണ്ടോ എന്ന് നോക്കിയിട്ടല്ല ആ ക്യാരക്ടറിനെ ഡയറക്റ്റ് ചെയ്യുന്ന ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ആസ് എൻ ആക്ടർ അത് ഭയങ്കര ഫുൾഫില്ലിംഗ് ആണ്. അപ്പോൾ നമ്മൾ അധികം നേരം സ്ക്രീൻ ടൈം ഇല്ലെങ്കിൽ പോലും ആ ക്യാരക്ടറിനുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടായിരുന്നു റൈറ്ററും ഡയറക്ടറും എൻ്റെ അടുത്ത് ഇടപഴകിയത്. അപ്പോൾ എനിക്കത് ഭയങ്കര ക്രിയേറ്റീവ്ലി ഫുൾഫില്ലിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ വലിയൊരു പടത്തിൽ കുറേ നല്ല ആക്ടേഴ്സിൻ്റെ കൂടെയും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ ക്രൂവിൻ്റെ കൂടെയും വർക്ക് ചെയ്യാൻ പറ്റിയത് ഭയങ്കര സന്തോഷമുണ്ട്. സിനിമ ഒരുപാട് പേരുടെ ക്രിയേറ്റീവ് പ്രോസസ്സ് ഇൻവോൾവ് ചെയ്യുന്നൊരു ആർട്ട് ഫോമാണ്. അപ്പോൾ എഴുത്ത് അതിൻ്റെ ബേസ് ആണെന്നിരിക്കെ ഇത് ലോസ്റ്റ് ഇൻ ട്രാൻസ്ലേഷൻ ആവാനുള്ള ഒരുപാട് വഴികളുണ്ട്. ഒരുപാട് പേരുടെ ക്രിയേറ്റിവിറ്റി അതിൽ ഇൻവോൾവ് ആണ്. അപ്പോൾ ഒരു യൂണിയൻ ഓഫ് തോട്ട്സ് ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു പാരഡൈം കറക്റ്റ് ക്രിയേറ്റീവ് പാരഡൈം കറക്റ്റായിട്ട് സെറ്റ് ചെയ്താൽ മാത്രമേ ഒരു സിനിമയുടെ സക്സസ് നമുക്ക് പറയാൻ പറ്റൂ. അപ്പോൾ അതിന് ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ റൈറ്റർ എന്നുള്ള നിലയിൽ. അത് ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. എൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ മാക്സിമം ഡീറ്റെയിൽ ആക്കാറുണ്ട്. സാർ, ഈ സൂര്യ മൂവി കറുപ്പിൽ ആലി സാർ പാകമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്, വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം തിയേറ്ററിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും എന്താണ് അതിൻ്റെ സത്യാവസ്ഥ? ഒരു ചെറിയൊരു പോർഷൻ ഷൂട്ട് ചെയ്തിരുന്നു. ബട്ട് ഫൈനൽ എഡിറ്റ് വരുമ്പോൾ അവർക്കത് കറക്റ്റായിട്ട് സെറ്റ് ആയിട്ടില്ല. സോ ദാറ്റ്സ് വൈ റിമൂവ്. ബട്ട് അത് റിമൂവ് ചെയ്യുന്നതിന് മുമ്പേ എന്നോട് ഡയറക്ടർ ബാലാജി വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ അത് വേണ്ട, നമുക്ക് നെക്സ്റ്റ് എന്തെങ്കിലും ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു എക്സ്പെരിമെൻറ്റ് ചെയ്തിരുന്നു ആ പടത്തിൽ. സോ ഈ സെറ്റ് ഒരു ഫിലിമായിട്ട് വരുമ്പോൾ അത് കുറച്ച് വർക്കാകുന്നില്ല എന്ന് പറഞ്ഞു. സോ ഐ സെഡ് ഓക്കെ, നോ പ്രോബ്ലം, ആസ് ലോങ് ആസ് യു ഡോണ്ട് വാണ്ട് ഇറ്റ്, നോ പ്രോബ്ലം. ഞങ്ങൾക്ക് ഡിലീറ്റഡ് സീനായിട്ട് ഇനി കാണാൻ പറ്റും. ബാലാജി ഹാസ് ടു ഡു ഇറ്റ്. അങ്ങനെ മുരളിച്ചേട്ടൻ ഒരു ഭയങ്കരമായ ഡയലോഗുകളൊക്കെ ആയിരിക്കും എഴുതിയിരിക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു പറ്റൊന്നും പറഞ്ഞില്ല. തങ്കണ്ണൻ്റെ ചന്ദ്രികയെ വളരെ സ്വീറ്റായിട്ടാണ് ട്രീറ്റ് ചെയ്തത്. ഞാൻ ശരിക്കും ആസ്വദിച്ച് ചെയ്തിരുന്ന ഒരു കഥാപാത്രമാണ്. മോറോവർ ദാറ്റ് ഇപ്പം തമിഴിൽ ഏറ്റവും ഒടുവിൽ ചെയ്ത ചിത്രവും അല്ലെങ്കിൽ റിലീസായ ചിത്രം ചിത്തയാണ്. സോ ചിത്തയ്ക്ക് ശേഷം തമിഴിൽ ഇത്രയും നല്ലൊരു ക്യാൻവാസിലുള്ള അനന്തൻകാട് ചെന്നെത്തുമ്പം അതിനൊരു ഭാഗത്താവുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. സോ അഗെയിൻ
സോ ഹാപ്പി ടു ബി ദാറ്റ് ടീം. മുരളിച്ചേട്ടാ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിടുതലൈ എന്നുള്ള തമിഴ് സിനിമയൊക്കെ ഇറങ്ങിയപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വക സിനിമകളൊക്കെ വരുമ്പോൾ ഒരു നാട്ടിൽ അല്ലെങ്കിൽ ആളുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ശരിക്കും ആ തീം. അതുപോലത്തെ ഒരു ജോണറാണോ ശരിക്കും സിനിമ? അതായത് വിടുതലൈ മൂവി പോലെയൊക്കെ നാട്ടിലെയും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള അല്ലെങ്കിൽ കാടായിരുന്നു എന്ന് പറയുന്നു ആ സ്ഥലം പിടിക്കുന്ന അതുപോലത്തെയുള്ള ഒരു ജോണർ തന്നെയാണോ ഈ സിനിമ?